ദോഹയിലെ ഹമാസ് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഖത്തർ തലസ്ഥാനത്ത് നിരവധി സ്ഫോടക ശബ്ദങ്ങൾ കേട്ടു. ദോഹയിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു. ആക്രമണം സ്ഥിരീകരിച്ച് ഇസ്രായേൽ തലസ്ഥാനത്തെ ഖത്താറ ജില്ലയിൽ പുക ഉയരുന്നത് കണ്ടതായി ഒരു ദൃക്സാക്ഷി മാധ്യമങ്ങളോട് പറഞ്ഞു. ഖത്തറിലെ ഹമാസ് നേതാക്കൾക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന വാർത്ത ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഹമാസ് ഭീകര സംഘടനയുടെ മുതിർന്ന നേതൃത്വത്തെ ലക്ഷ്യമിട്ട് IDFും ISIയും കൃത്യമായ ആക്രമണം നടത്തി. വർഷങ്ങളായി ഹമാസ് നേതൃത്വത്തിലെ ഈ അംഗങ്ങൾ തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഒക്ടോബർ 7 ക്രൂരമായ കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് ഉത്തരവാദികളാണ് ഇവർ. ഇസ്രായേലിനെതിരായ യുദ്ധം ആസൂത്രണം ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തു. ആക്രമണത്തിന് മുമ്പ് ആയുധങ്ങളുടെ കൃത്യമായ ഉപയോഗവും ഇന്റലിജൻസും ഉൾപ്പെടെ സാധാരണക്കാർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിരുന്നു. ഒക്ടോബർ 7 കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ ഹമാസ് ഭീകര സംഘടനയെ പരാജയപ്പെടുത്തുന്നതിന് IDFും ISIയും ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുന്നത് തുടരും. എക്സിലെ ഒരു പ്രസ്താവനയിൽ IDF പറഞ്ഞു. ഖത്തർ സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനമായ അൽ ജസീറ സ്ഫോടനം നടന്നതായി സ്ഥിരീകരിച്ചു. എന്നാൽ വിശദാംശങ്ങൾ നൽകിയില്ല.